പി ജെയിംസ്, ഈ സോളാർ സമരം, അതിൻ്റെ ഒത്തുതീർപ്പ്, അതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല വിവാദങ്ങളും ചർച്ചയാവുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ടി പി വധവുമായി ബന്ധപ്പെടുത്തി അതിനെ ചർച്ച ചെയ്യുന്നതും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ പുതിയൊരു വിവാദം രൂപപ്പെട്ടു വരുന്നു. ജോൺ മുണ്ടക്കയത്തിൻ്റെ പ്രതികരണം, ബ്രിട്ടാസിൻ്റെ അതിനുള്ള മറുപടി. ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതേക്കുറിച്ച് പറയുമ്പോൾ ജോൺ മുണ്ടക്കയവും ജോൺ ബ്രിട്ടാസും, ഞാൻ തിരുവനന്തപുരത്ത് 10-20 വർഷത്തിലേറെ 25ഓളം വർഷം വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. രണ്ടുപേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ആര് പറയുന്നത് ശരി, ആര് പറയുന്നത് തെറ്റ് എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ജോൺ മുണ്ടക്കയം ആയിട്ട് ആ ദിവസങ്ങളിൽ ദിനം പ്രതി സംസാരിച്ചു കൊണ്ടിരുന്നൊരു മാധ്യമപ്രവർത്തകനാണ്. ജോൺ മുണ്ടക്കയം ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടാസ് വിളിച്ചു എന്നുള്ളതും ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചതും തിരുവഞ്ചൂർ ഇടപെട്ടതും കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള സംസാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ജോൺ മുണ്ടക്കയം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജോൺ മുണ്ടക്കയം അതിൻ്റെ പേരിൽ നുണ പറയേണ്ട കാര്യമില്ല. ജോൺ മുണ്ടക്കയത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്നു. മനോരമയിൽ നിന്ന് ഇറങ്ങി അധികം റിട്ടയേർഡാണ്. ഈ ഒരു സമയത്ത് ജോൺ മുണ്ടക്കയത്തിന് അങ്ങനെ ഒരു ഭാവനയിലൊരു കഥ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ജോൺ ബ്രിട്ടാസ് CPM പാർട്ടിയുടെ ഭാഗമാണ്, രാജ്യസഭയുടെ MP ആണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പല രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കേണ്ട കടമ ജോൺ ബ്രിട്ടാസിനുണ്ട്. അതുകൊണ്ട് ബ്രിട്ടാസിനെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. ബ്രിട്ടാസ് പറയുന്നതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബ്രിട്ടാസ് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, ചർച്ച നടന്നിട്ടുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ജോൺ മുണ്ടക്കയത്തിനെയാണ് ബ്രിട്ടാസ് ആദ്യം വിളിച്ചത്. ജോൺ മുണ്ടക്കയമാണ് ഇത് ഉമ്മൻചാണ്ടിയുമായിട്ടും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കുന്നത്. തിരുവഞ്ചൂരുമായി സംസാരിച്ചതോ എനിക്കറിയില്ല. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. അതിനുശേഷമായിരിക്കണം തിരുവഞ്ചൂര്, അതുപോലെ തന്നെ ചെറിയാൻ ഫിലിപ്പ്, പിന്നെ ബ്രിട്ടാസൊക്കെ അടങ്ങുന്ന ചർച്ച നടക്കുന്നതും പിന്നെ ബ്രിട്ടാസും മറ്റുള്ളവരൊക്കെ പ്രേമചന്ദ്രനൊക്കെ മുഖ്യമന്ത്രിയുമായിട്ടും അതുപോലെ മറ്റുള്ളവരുമായിട്ട് ചർച്ച നടത്തിയത്. ഇത് തുടങ്ങി വെക്കുന്നത് ജോൺ മുണ്ടക്കയവും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ചർച്ചയിൽ നിന്നാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും വഴിയില്ല. പിന്നെ അതിൽ ഞാൻ ബ്രിട്ടാസിനെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ബ്രിട്ടാസ് എന്നെ ചോദിച്ചപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. എത്രയോ സമയത്തിന് ശേഷം പാർട്ടിയുമായി ആലോചിച്ചിട്ടാണ് ബ്രിട്ടാസ് ഈ മറുപടി നൽകുന്നത്. അതുകൊണ്ട് ബ്രിട്ടാസിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം രാജ്യസഭാ MP ആണ്. ഇപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകനല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് ആ നിലപാട് പറഞ്ഞേ പറ്റൂ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതിൽ സത്യം എനിക്ക് തോന്നുന്നു ജോൺ മുണ്ടക്കയത്തിൻ്റെ ഭാഗത്താണ്. ജോൺ മുണ്ടക്കയത്തെ കഴിഞ്ഞ 30 വർഷമായിട്ട് എനിക്കറിയാം. അദ്ദേഹം അങ്ങനെ ഒരു നുണ പറയുന്ന ആളല്ല, പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പിന്നെ പാർട്ടിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ബ്രിട്ടാസിനെ അങ്ങനെ പറയേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ബ്രിട്ടാസിനെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ഒരു കാര്യം, രണ്ടുപേരും ഒളിക്കുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ പറയാൻ തെളിവുകളില്ല എന്ന് പറയുന്നത് അന്ന് കാലത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തുകൊണ്ട് സെറ്റിൽ ചെയ്തു? 2 കാര്യം മാത്രം നോക്കിയാൽ മതി. അതിൽ റീജിത്തെ ഇതുള്ളത്, ഒരു ഭാഗത്ത് ഈ സമരം നടക്കുന്നു, സമരം വളരെ ശക്തിയായി മുന്നോട്ട് പോകുന്നു, സർക്കാരും അല്ലാത്ത അവസ്ഥയിലാണ്, സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കേണ്ടി വരുന്നു, മന്ത്രിമാർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അത് തീരണമെന്നുള്ള ആഗ്രഹം ഇപ്പുറത്തുണ്ട്. മറുഭാഗത്ത് ഈ TP ചന്ദ്രശേഖരൻ വധം സംബന്ധിച്ച് അന്വേഷണം മുറുകുന്നു, വലിയ നേതാക്കളിലേക്ക് പോകുന്നുള്ള ആരോപണം വരുന്നു. ഇതിൻ്റെ നടുവിലാണ് ഈ സമരം നടക്കുന്നത്. ആ സമയത്ത് ഇത് സെറ്റിൽ ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് ഉയർന്ന ഏറ്റവും വലിയ ആരോപണം, ഒരു ഭാഗത്ത് TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെത് വെച്ചുകൊണ്ട് ഈ ഭരണപക്ഷം വിലപേശൽ നടത്തി, ഇപ്പുറത്ത് തിരിച്ചും ഇങ്ങനൊരു വിലപേശൽ നടന്നു എന്നുള്ളത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാവുകയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് ജോൺ ബ്രിട്ടാസും ജോൺ മുണ്ടക്കയവും അവർ പറഞ്ഞല്ലോ, ജോൺ മുണ്ടക്കയത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ എവിടേക്കാണ് ചർച്ച കൊണ്ടുപോയി, എന്നോട് എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം, ഞാനത് പറയാൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ TP ചന്ദ്രശേഖരൻ വധം ആ കാലഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു. അതിൻ്റെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാനല്ല, അതിന് തെളിവ് വേണം. പക്ഷെ അത് ചർച്ചയായിരുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തേക്ക് വരും. അതിപ്പോൾ ആരും വെളിപ്പെടുത്തുന്നില്ല. അത് ചർച്ചയ്ക്ക് അത് 2 കൂട്ടരും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ പേരിൽ സെറ്റിൽ ചെയ്തെങ്കിൽ ഭരണപക്ഷമായിരുന്ന ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരൊക്കെ അടങ്ങുന്ന ആൾക്കാർ മറുപടി പറയണം. ഉമ്മൻചാണ്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറുഭാഗത്ത് ഇത്രയും വലിയൊരു ജനകീയ സമരം എന്തുകൊണ്ട് പെട്ടെന്ന് തീർത്തു എന്നുള്ളതിന് CPM നേതൃത്വവും മറുപടി പറയണം. അപ്പോൾ അതുകൊണ്ട് 2
പേരും പ്രതിരോധ ശരി, അങ്ങനെ തന്നെയാണ്. പി ജെയിംസ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വിവാദം അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് കോൺഗ്രസ് നേതാക്കൾക്കും CPM നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയുള്ള പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. വരും മണിക്കൂറുകളിൽ ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് MV ഗോവിന്ദൻ്റെതാണ്. MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് കരുതുന്നുണ്ട്. CPM അതുമായി ബന്ധപ്പെട്ട് നിലപാട് ഔദ്യോഗികമായി വിശദീകരിക്കും. അതുപോലെ ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം കാത്തിരിക്കുന്നുണ്ട്. ബ്രിട്ടാസ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തിരുവഞ്ചൂരിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളതും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്.